ബി.ജെ.പി തെരഞ്ഞെടുപ്പ് പ്രചാരണ ഫണ്ട് വെട്ടിപ്പ് വിവാദം ഒതുക്കി തീർക്കാൻ നീക്കം. വിദേശത്തായിരുന്ന സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ തിരിച്ചെത്തിയാലുടൻ നടപടി ഉണ്ടാകുമെന്നായിരുന്നു പ്രവർത്തകരുടെ പ്രതീക്ഷ. എന്നാൽ ഉടനടി ഒരു നടപടിയിലേക്ക് പോകേണ്ടതില്ല എന്നതാണ് സംസ്ഥാന അധ്യക്ഷന്റെ നിലപാട്. ഇതിൽ കടുത്ത വിയോജിപ്പാണ് എതിർവിഭാഗത്തിനുള്ളത്. വിവരങ്ങളുമായി ഷീജ കൂടി ചേരുന്നുണ്ട്. ഷീജ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അവന്തിക. ഷീജ, ഈ ബി.ജെ.പി ഫണ്ട് തട്ടിപ്പ് വിവാദവുമായി ദിനംപ്രതി നിരവധി വാർത്തകൾ നമുക്ക് മുന്നിലേക്ക് എത്തുന്നുണ്ട്. പക്ഷേ ബി.ജെ.പിയുടെ ഭാഗത്തു നിന്ന് ഇതിൽ ഒരു നടപടിയും ഉണ്ടാകുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അതായത് രാജീവ് ചന്ദ്രശേഖർ തിരിച്ചെത്തിയാൽ ഉടൻ തന്നെ കോർ കമ്മിറ്റി യോഗം ചേരും. ഇതിൽ അത് ചർച്ചയാകും. ഈ വിഷയങ്ങളെല്ലാം അതിൽ ചർച്ചയാകുമെന്നാണ് പ്രവർത്തകരെല്ലാം വിചാരിച്ചിരുന്നത്. എന്നാൽ അത്തരത്തിൽ രാജീവ് ചന്ദ്രശേഖർ തിരിച്ചെത്തിയതിനു ശേഷവും കോർ കമ്മിറ്റി യോഗം ചേരാൻ സാധ്യതയില്ല എന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ വിഷയങ്ങളൊന്നും ചർച്ച ചെയ്ത് ഇതിലൊരു തീരുമാനമെടുക്കാൻ സാധ്യതയില്ല എന്ന് വേണം കരുതാൻ. അതായത് ഈ ഫണ്ട് തട്ടിപ്പ് വിവാദം ഒതുക്കി തീർക്കാനാണ് ഈ ബി.ജെ.പിയുടെ ശ്രമം, അല്ലേ? തീർച്ചയായും അവന്തിക ആ രീതിയിൽ തന്നെയാണ്. കാരണം ബി.ജെ.പിയുടെ ഈ ഒരു ഫണ്ട് തട്ടിപ്പ് വിവാദം, അതിന്റെ വ്യാപ്തി എന്ന് പറയുന്നത് ഇപ്പോൾ പുറത്തു വന്നതിനേക്കാൾ ഇരട്ടിയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചും കേന്ദ്ര ബി.ജെ.പി നേതൃത്വം നൽകിയ ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള ഫണ്ട്, അതാണ് ഈ രീതിയിൽ പല രീതിയിൽ വകമാറ്റുകയും തട്ടിപ്പ് നടത്തുകയും ഒക്കെ ചെയ്തിരിക്കുന്നത്. അതിൽ സംസ്ഥാന അധ്യക്ഷന്റെ പ്രിയപ്പെട്ടവരടക്കം ഉണ്ട് എന്നുള്ളതാണ് ഈ വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സംസ്ഥാന അധ്യക്ഷൻ തലസ്ഥാനത്ത് മടങ്ങിയെത്തിയിട്ടുണ്ട്. അദ്ദേഹം വിദേശത്തായിരുന്നു. അതിനുശേഷം കഴിഞ്ഞ ദിവസം 20-ാം തീയതിയാണ് അദ്ദേഹം ഇവിടെ തലസ്ഥാനത്ത് മടങ്ങിയെത്തിയതിനു ശേഷം ഉടൻ തന്നെ ബി.ജെ.പിയുടെ കോർ കമ്മിറ്റി യോഗം വിളിക്കും എന്നുള്ളതായിരുന്നു ലഭിച്ചിരുന്ന വിവരം. പക്ഷേ കോർ കമ്മിറ്റി യോഗം ചേരുന്നില്ല. അത് അനിശ്ചിതമായി നീണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ്. എന്തുകൊണ്ട് കോർ കമ്മിറ്റി യോഗം ചേരുന്നില്ല എന്നതിനും വ്യക്തമായ മറുപടിയില്ല. അതോടൊപ്പം തന്നെ രാജീവ് ചന്ദ്രശേഖറിനോട് മാധ്യമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ പ്രതികരണം തേടുമ്പോഴും അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ ഫണ്ട് വിവാദം ുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തരത്തിലും ഒരു നടപടിയിലേക്ക് പോകേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനം തന്നെയാണ് ഈ ഔദ്യോഗിക പക്ഷത്തിനുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിന് കാരണം എന്ന് പറയുന്നത് അതായത് ദില്ലിയിൽ രാജീവ് ചന്ദ്രശേഖരൻ എത്തിയപ്പോൾ തന്നെ അവിടെ ബി.ജെ.പി കേന്ദ്ര നേതൃത്വവുമായി കൂടിക്കാഴ്ചകൾ നടത്തിയിരുന്നു. ആ കൂടിക്കാഴ്ചയിൽ ഏതായാലും ബി.ജെ.പിയുടെ ഫണ്ട് വിവാദത്തിന്റെ പേരിൽ ഒരു നടപടി വരികയാണെങ്കിൽ അത് മറ്റ് സംസ്ഥാനങ്ങളിലെ ഫണ്ട് വിതരണവുമായി ബന്ധപ്പെട്ടടക്കം വലിയ തോതിൽ ഒരു തിരിച്ചടി ബി.ജെ.പിക്ക് ഉണ്ടാകും എന്നുള്ളതാണ് ആ കൂടിക്കാഴ്ചകളിൽ ഉരുത്തിരിഞ്ഞിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്. ആ ധാരണയുടെ അടിസ്ഥാനത്തിൽ ഏതായാലും സംസ്ഥാനത്തേക്ക് എത്തുമ്പോൾ സംസ്ഥാനത്തും ഉടനടി ഒരു കോർ കമ്മിറ്റി യോഗം വിളിക്കുകയോ അല്ലെങ്കിൽ ഉടനടി ഇതിലൊരു നടപടി എന്നതിലേക്ക് നീങ്ങുകയോ വേണ്ട എന്നുള്ളതാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖറിന്റെ നിലപാട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും സംസ്ഥാന പ്രസിഡന്റിന്റെ ഈ ഒരു നിലപാടിനെതിരെ വലിയ തോതിലുള്ള അതൃപ്തി ബി.ജെ.പിക്കുള്ളിൽ തന്നെ പുകയുന്നുണ്ട്. അതിൽ വി മുരളീധര പക്ഷവും കെ സുരേന്ദ്രൻ പക്ഷവുമെല്ലാം ശക്തമായിട്ടുള്ള അതൃപ്തി ഇതിനകം പ്രകടിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അവരെ ആരെയും മുഖവിലക്കെടുക്കുന്നില്ല. മുൻ പ്രസിഡന്റുമാരെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടൊന്നും മുഖവിലക്കെടുക്കുന്നില്ല. ചില വിശ്വസ്തരെ മാത്രമാണ് രാജീവ് ചന്ദ്രശേഖർ ഒപ്പം കൂട്ടി മുന്നോട്ട് പോകുന്നത്. രാജീവ് ചന്ദ്രശേഖറും എസ് സുരേഷും ചേർന്നുകൊണ്ട് ഒരു കോക്കസായി ബി.ജെ.പിയെ സംസ്ഥാന ബി.ജെ.പിയെ ഹൈജാക്ക് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നുള്ളതൊക്കെയാണ് ഏതായാലും എതിർപക്ഷം പ്രധാനമായും ഉയർത്തുന്ന വിമർശനം എന്ന് പറയുന്നത്. ഏതായാലും അനിശ്ചിതമായി എത്ര ദിവസം ഈ ഒരു കോർ കമ്മിറ്റി യോഗം നീട്ടിക്കൊണ്ടു പോകും എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. കാരണം കോർ കമ്മിറ്റി യോഗം ചേരുകയാണെങ്കിൽ സ്വാഭാവികമായും ഈ വിഷയം കോർ കമ്മിറ്റി യോഗത്തിൽ ഉയർന്നു വരും. അതിന്റെ ഭാഗമായി ഈ ആരോപണ വിധേയരായി നിൽക്കുന്നവർക്കെതിരെയൊക്കെ നടപടി വേണ്ടിവരും. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഈ കോർ കമ്മിറ്റി യോഗം എന്ന് ചേരും എന്നുള്ളതിൽ ഒരു വ്യക്തമായ മറുപടി ഇപ്പോൾ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ നൽകാതിരിക്കുന്നത്. അതിനൊപ്പം തന്നെ ഏത് രീതിയിൽ ഇതിൽ തുടർ നടപടി സ്വീകരിക്കണം, പ്രത്യേകിച്ചും ഫണ്ട് വിവാദത്തിന്റെ പേരിൽ നടപടിയെടുക്കുകയാണെങ്കിൽ അത് ബി.ജെ.പിക്ക് തന്നെ തിരിച്ചടിയാകും. ആ ഒരു പശ്ചാത്തലത്തിൽ ഇവർക്കെതിരെ മറ്റു പരാതികൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ പരാതികളുടെ പശ്ചാത്തലത്തിൽ താൽക്കാലികമായി മുഖം രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി, അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തുമോ എന്നതുകൂടിയാണ് ഇനി അറിയേണ്ടത്. കാരണം ആ രീതിയിൽ തിരക്കിട്ട ചില കൂടിയാലോചനകൾ ഇപ്പോൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന്റെ ഭാഗമായി ഇന്നലെ രാജീവ് ചന്ദ്രശേഖറും എസ് സുരേഷും ഷോൺ ജോർജും ഒക്കെ
ഒക്കെ ചേർന്നുള്ള പ്രത്യേക ഒരു യോഗവും ചേർന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ തനിക്ക് വിശ്വസ്തരായിട്ടുള്ളവരെ മാത്രം കൂട്ടിച്ചേർത്ത് ഏത് രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു തിരക്കിട്ട കൂടിയാലോചനയാണ് ഇപ്പോൾ BJPക്കുള്ളിൽ നിലനിൽക്കുന്നത്. പക്ഷേ സംസ്ഥാന അധ്യക്ഷന് നിരവധി പരാതികളാണ് ഇതിനകം ഇമെയിൽ മുഖാന്തരം ലഭിച്ചിട്ടുള്ളത്. അതിലൊന്നും തന്നെ ഒരു നടപടിയിലേക്ക് കടക്കാനുള്ള ഒരു സാധ്യത കുറവാണ് എന്നുള്ളതാണ് നമുക്ക് ഏതായാലും ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവന്തിക, അതായത് ഷീജ, ഈ തെരഞ്ഞെടുപ്പ് ഫണ്ട് തട്ടിപ്പുമായി നോക്കുകയാണെങ്കിൽ ജില്ലകളുടെ വിവിധ ഭാഗങ്ങളിൽ വലിയ രീതിയിലുള്ള ഫണ്ട് വെട്ടിപ്പ് നടന്നിട്ടുണ്ട്. ഇതിനെതിരെയാണ് ഈ പാർട്ടി നേതൃത്വം എല്ലാം മൂടി വയ്ക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഈ രാജീവ് ചന്ദ്രശേഖർ തിരിച്ചെത്തിയാൽ ഉടൻ തന്നെ ഇതിനൊരു തീരുമാനമുണ്ടാകുമെന്നാണ് പാർട്ടി വൃത്തങ്ങളൊക്കെ അറിയിച്ചിരുന്നത്. എന്നാൽ ഇതിൽ വമ്പന്മാർ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. അല്ലെങ്കിൽ അവരെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി ആയിരിക്കും ഇത്തരത്തിൽ ഒരു കോർ കമ്മിറ്റി യോഗം ചേരാനോ, അല്ലെങ്കിൽ കോർ കമ്മിറ്റി യോഗം ചേർന്നാൽ തന്നെ അതിൽ ഇത്തരത്തിൽ ഈ ഫണ്ട് തട്ടിപ്പ് വിവാദം വലിയ രീതിയിൽ ചർച്ചയാകുമെന്ന് രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ള നേതാക്കൾക്കറിയാം. അതുകൊണ്ടായിരിക്കണം അവർ ഈ കോർ കമ്മിറ്റി യോഗം ചേരാത്തതും ഇത്തരത്തിൽ ഇതൊരു ചർച്ചയായി എടുക്കാത്തതും, അല്ലേ? സ്വാഭാവികമായും ആരോപണം വിധേയരായിട്ടുള്ളവർ രാജീവ് ചന്ദ്രശേഖറിന് BJPയുടെ സംസ്ഥാന അധ്യക്ഷന് വേണ്ടപ്പെട്ടവരാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇതിൽ നടപടി വൈകുന്നത് എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. പക്ഷേ ഇത് ഏത് രീതിയിൽ എത്ര നാളിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ് ഇനി നമ്മൾ കണ്ടറിയേണ്ടത്. കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പരസ്യമായിട്ടുള്ള പ്രതികരണം ആരുടെയും ഭാഗത്ത് നിന്ന്, നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് കേന്ദ്ര നേതൃത്വം നൽകിയിട്ടുള്ള നിർദ്ദേശം എന്ന് പറയുന്നത്. അത് പക്ഷേ ഈ കോർ കമ്മിറ്റി യോഗം ഉടൻ ചേരും. സംസ്ഥാന അധ്യക്ഷൻ തിരിച്ചെത്തിയാൽ ഉടൻ തന്നെ കോർ കമ്മിറ്റി യോഗം ചേരും, ഈ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യും എന്നുള്ളതായിരുന്നു നൽകിയിട്ടുണ്ടായിരുന്ന ഉറപ്പ്. പക്ഷേ അത് പാലിക്കപ്പെട്ടിട്ടില്ല. അത് പാലിക്കപ്പെടാത്തൊരു സാഹചര്യത്തിൽ ഒരു പരസ്യ പ്രതികരണത്തിലേക്ക് ഇതിന്റെ ഭാഗമായി ഇനിയിപ്പോൾ നേതാക്കൾ കടന്നേക്കാനുള്ളൊരു സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. നിലവിലേതായാലും കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ രാജീവ് ചന്ദ്രശേഖറിന് എതിർപക്ഷമായി നിൽക്കുന്നവർ ആരും തന്നെ ഇതുവരെ ഒരു പരസ്യ പ്രതികരണത്തിലേക്ക് കടന്നിട്ടില്ല. പക്ഷേ അത് ഈ രീതിയിൽ കോർ കമ്മിറ്റി യോഗം അടക്കം ഇനി നീണ്ടുപോകുകയാണെങ്കിൽ, ഈ ഫണ്ട് വിവാദത്തിൽ നടപടി വൈകുകയാണെങ്കിൽ സ്വാഭാവികമായും അങ്ങനെയുള്ള നടപടികളിലേക്ക് കൂടി ഇനി ഉണ്ടാകും. BJPയിൽ നിന്ന് ആ രീതിയിലുള്ള പൊട്ടിത്തെറികൾ കൂടി ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ ഏതായാലും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവന്തിക, ശരി, ഷീജയാണ് വിവരങ്ങൾ നൽകിയത്.